ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഫസ്റ്റ് സെഷൻ നിങ്ങൾ കണ്ടു കാണും. ഫസ്റ്റ് MBA BSc യൂണിവേഴ്സിറ്റി ഓഫ് കേരള കുട്ടികളുടെ ഓഗസ്റ്റ് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് എ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു സെക്കൻഡ് പാർട്ട്. किन्हीं 8 प्रश्नों के उत्तर 50 शब्दों में लिखिए. You have to attend any 8 questions out of 16. അപ്പം വളരെയധികം ചോയ്സ് ഉണ്ട്, 50% ചോയ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് 16 ചോദ്യത്തിൽ നിന്ന് 8 എണ്ണം എഴുതിയാൽ മതി. സോ ദാറ്റ്സ് എ വെരി സൂപ്പർ നൈസ് തിങ്. 2 മാർക്ക് ഈച്ചാണ് ഓരോ ക്വസ്റ്റ്യനും. സോ 8 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 2 മാർക്സ് 16 മാർക്സ്. 11th ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് സെക്കൻഡ് പാർട്ടിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടലി അത് 11th ക്വസ്റ്റ്യനായിട്ട് വരും. 11th ക്വസ്റ്റ്യൻ, പ്രേംചന്ദ് കെ കിൻഹി 4 കഹാനിയോं के नाम लिखिए. പ്രേംചന്ദിൻ്റെ കഥാസമ്രാട്ട് പ്രേംചന്ദിൻ്റെ ഏതെങ്കിലും 4 സ്റ്റോറീസിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് 50 ശബ്ദോമേ ലിഖി. അപ്പം നമ്മൾ മാക്സിമം അതിനെപ്പറ്റി അറിയാവുന്നതൊക്കെ കുറച്ചൊന്ന് പൊലിപ്പിച്ചെഴുതണം. പ്രേംചന്ദ് ജീനെ കരീബ് 300 കഹാനിയാ ലിഖി ജോ മാൻസരോവർ നാം സെ സങ്കലിത് ഹെ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു മാൻസരോവറിനെ പറ്റി. സോ ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ്. സിൻസ് യു നോ യു ക്യാൻ റൈറ്റ് കഫൻ, പോസ് की रात, ईदगाह और बड़े घर की बेटी. പ്രേംചന്ദ് ജി की 4 കഹാനിയാ ഹെ. അല്പം ഒന്ന് കൂട്ടി എഴുതാൻ വേണ്ടിയാണ് നമ്മൾ മാൻസരോവറിനെ മെൻഷൻ ചെയ്തത്. ഈ ശബ്ദ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും ഇപ്പം ഒന്ന് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാൻ വേണ്ടിയാണ് മാൻസരോവറിനെ ഇവിടെ മെൻഷൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേഖക് की माँ ने अमरूद का पेड़ क्यों काट दिया. അമറൂദ് കാ പേഡ് എന്ന ഗ്യാൻരഞ്ജൻ്റെ സ്റ്റോറിയാണിത്. നിങ്ങൾക്ക് ഓർമ്മ കാണും. കാണുന്നവർ വരുന്നവരും കാണുന്നവരും എല്ലാം ആ പേരച്ചെടിയെ കണ്ടിട്ട് ഇത് ദുശകുനമാണ്, ഇത് കാരണം കുടുംബത്തിന് നാശം ഉണ്ടാവും എന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്കാകെ ടെൻഷനാവുന്നു. പിന്നീട് അമ്മ നോക്കുമ്പോൾ അമ്മയ്ക്ക് തന്നെ ട്യൂബർക്ലോസിസ് അസുഖം വരും. മൂത്ത മരുമകൾ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു പുറപ്പാടാണ്. പിന്നെ ഇളയ പയ്യനാണെങ്കിൽ ലൈഫിലൊരു സീരിയസ് ആവാതെ കുട്ടിക്കളി കളിച്ച് നടക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ദുശകുനം. അമ്മ അതിനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യും? ഈ പേരമരം ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം കുടുംബത്തിന് ദുശകുനം സംഭവിക്കുന്നത്. जब कभी कोई आंगन में लगे अमरूद के पेड़ का अशुभ होने का जिक्र करता तो लेखक की माँ एकदम से दुखी और परेशान हो जाती. दुखी और परेशान होना, आगे विषमिക്കുക, टेंशन अടിക്കുക. उन्हें लगता कि उनकी बीमारी, बड़ी बहू का परिवार से अलगाव भावना, छोटे बेटे का निठल्लापन और लोगों का धंधे से बिखर जाना, കുടുംബപരമായുള്ള ബിസിനസ്സിൽ നിന്ന് താല്പര്യം ഇല്ലാതെ വരിക, सबका सीधा संबंध अमरूद के पेड़ से ही है. इन अशुभ लक्षणों के कारण लेखक की माँ ने अमरूद का पेड़ कटवा दिया. ഈ അശുഭ ലക്ഷണങ്ങൾ കാരണം ആ പേരച്ചെടി അമ്മ അങ്ങ് വെട്ടിക്കും. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ, ശരണാഗത് കെ യൂറോപ്യൻ ദമ്പതി കെ നാം ക്യാ ക്യാ ഹെ. ശരണാഗത് ജയശങ്കർ പ്രസാദിൻ്റെ സ്റ്റോറി നമ്മളതിൽ കണ്ട്. സുന്ദരി എന്ന ആ യുവതി ഠാക്കൂർ കിഷോർ സിംഗിൻ്റെ വൈഫ് യമുന നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ രക്ഷിച്ചത് ഒരു യൂറോപ്യൻ കപ്പിളാണ്. അവരുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. यूरोपियन दंपति के नाम विल्फ्रेड और एलिस हैं. जयशंकर प्रसाद जी की कहानी शरणागत के यूरोपियन दंपति के नाम विल्फ्रेड और एलिस हैं. नेक्स्ट क्वेश्चन, माँ के पैर में मोच आने पर वह क्या करती है. माँ रसोई में रहती है എന്ന സ്റ്റോറി കുമാർ അംബുജിൻ്റെ ആ കഥയിൽ നിന്നാണ്. അമ്മ സ്റ്റൂളിൽ ചവിട്ടി മുകളിൽ കയറി എന്തോ പാത്രം എടുത്ത് താഴെ ചാടിയപ്പം താഴോട്ടിറങ്ങിയപ്പം കാല് ഉളുക്കി. അപ്പോൾ അമ്മ കാൽ ഉളുക്കിയപ്പം എന്ത് ചെയ്തു, അതാണ് ചോദ്യം. അപ്പോൾ ആ ലേഡി കാലുളുക്കുന്നതിനെ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല, ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ടൊന്നും എടുത്തില്ല. ചെറിയൊരു കാര്യം പോലെ മഞ്ഞളിൻ്റെ ഒരു ചെറിയ പേസ്റ്റ് ഉണ്ടാക്കി അതൊരു നാട്ടുമരുന്ന് അത് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. മാ കെ पैर में मोच आने पर माँ स्टूल पर बैठकर हल्दी की पुलटिस तैयार करती है. वह अपने पैर को लेकर ज़्यादा चिंतित नहीं होती. उस मोच को साधारण सी बात मानती है.
ज़्यादा अहमियत नहीं देती. അഹമിയത്ത് देना ഒരുപാട് ഇമ്പോർട്ടൻസ്, അതിന് വലിയ സംഭവം പോലെ എന്നുവെച്ചാൽ അമ്മമാർക്ക് അതൊക്കെ വെറും നിസ്സാര കാര്യമാണ്, ചെറിയൊരു കാര്യമായിട്ടാണ് അമ്മ അത് എടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, घासीराम दुखी की लाश का ठिकाना कैसे करता है. घासीराം പണ്ഡിറ്റ് ഘാസിറാമാണ് സദ്ഗതി എന്ന സ്റ്റോറിയിലെ ആ ഒരു ദുഃഖി ചമാറിൻ്റെ ഡെഡ് ബോഡി എന്ത് ചെയ്യുന്നു ഘാസിറാം. നമുക്കറിയാം ആ സ്റ്റോറി വളരെ ട്രാജിക് ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ. ദിവസം മുഴുവനും ആ പണ്ഡിത്തിൻ്റെ വീട്ടിൽ ഫ്രീ വർക്ക് ചെയ്ത് കൊടുത്ത് അവസാനം ആ വിറക് കീറി വൈകിട്ടായപ്പോഴത്തേക്കിന് വിശന്ന് വലഞ്ഞ ദുഃഖി ചമാർ അവിടെ തന്നെ അങ്ങ് കുഴഞ്ഞു വീണ് ചാകുകയാണ് ചെയ്തത്. അവസാനം ആരും ആ ബോഡി എടുക്കാൻ വരത്തില്ല, ഒരു പ്രതിഷേധം എന്നോണം. പോലീസ് വന്ന് ഇതിനൊരു തീരുമാനം ആവാതെ ഞങ്ങൾ ബോഡി എടുക്കില്ലെന്ന് ദളിതരും പറഞ്ഞു. അങ്ങനെ ഘാസിറാമിന് അവസാനം ആ ബോഡിയിൽ നിന്ന് സ്മെല്ലടിക്കാൻ തുടങ്ങി. രാവിലെ ആയപ്പം പണ്ഡിറ്റ് ഘാസിറാം ഒരു കയറ് ദുഃഖി ചമാറിൻ്റെ കാലിൽ കെട്ടി വലിച്ചഴച്ചാണ് കൊണ്ട് ആ ബോഡീനെ ഒരു ठिकाना करना എന്ന് വെച്ചാൽ അതിനൊരു ഏർപ്പാടാക്കുക. दुखी चमार की लाश पूरी रात पंडित घासीराम के द्वार पर पड़ा रहता है. आधी रात तक चमारिनों का रोना पीटना जारी रहा, लेकिन कोई चमार लाश उठाने नहीं आया. लाश से दुर्गंध उठने लगी. सवेरे होने पर भी जब कोई चमार दुखी के लाश को उठाने नहीं आया तो पंडित घासीराम ने एक रस्सी निकालकर उसका फंदा बनाकर मुर्दे के पैर में डाला और उसे घसीट कर गांव के बाहर ले गए. इस प्रकार पंडित घासीराम ने दुखी के लाश का ठिकाना किया. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൊബൈൽ നോവലിൽ നിന്നാണ്. अंत में मधुलिका नवीन से बदला कैसे लेती है. മധുലിക ശുക്ല അല്ലെങ്കിൽ മധു നവീനുമായിട്ട് എങ്ങനെയാണ് പിന്നീട് നവീനെ ഒരു പാഠം പഠിപ്പിക്കുന്നത്. ബദല ലേന എന്ന് വെച്ചാൽ ടു ടേക്ക് റിവെഞ്ച്. നമുക്കറിയാം അതിൽ മധു നവീനെ പരിചയപ്പെടുന്നു. അധികം പരിചയമാവുന്നതിന് മുമ്പ് തന്നെ വല്ലാത്തൊരു ഭ്രമത്തിൽ മധു വീഴുന്നു. നവീനുമായിട്ട് വളരെ അട്രാക്റ്റഡ് ആവുന്നു. അവരുടെ ആ റിലേഷൻഷിപ്പ് ശാരീരികമായ ബന്ധത്തിലേക്ക് നീങ്ങുന്നു. അവസാനം മധു പ്രഗ്നൻ്റ് ആവുന്നു. പക്ഷേ നവീൻ വിവാഹകാര്യം സംസാരിക്കാൻ വിളിക്കുമ്പോൾ തന്നെ നവീൻ അവിടെ നിന്ന് അങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. ട്രാൻസ്ഫറായി വേറെ സ്ഥലത്തേക്ക് അങ്ങ് പോവുകയാണ്. ഒരു വാക്കുപോലും പറയാതെ നവീന് മധുവിനെ ഒറ്റക്കാക്കിയിട്ട് പോവാണ്. ആ സമയത്ത് ആക്ച്വലി മധു പ്രഗ്നൻ്റ് ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മധു നവീനെ കണ്ടുമുട്ടുകയും നവീനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും പർപ്പസ്ഫുള്ളി. എന്നിട്ട് അവിടെ 2 ഇരട്ട കുട്ടികളുണ്ട്, ഇവരുടെ കുട്ടികളാണ്. പക്ഷേ മധു ആദിത്യനെയും വിളിച്ചു വരുത്തും. എന്നിട്ട് നവീൻ്റെ മുമ്പിൽ ആദിത്യ മധുവിൻ്റെ ഹസ്ബൻഡാന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ കുട്ടികൾ ആദിത്യയാണ് അച്ഛാന്ന് വിളിക്കുന്നത്, ഈവൻ ദോ അത് നവീൻ്റെ കുട്ടികളാണ്. അങ്ങനെ നവീൻ സേ വോ ബദല ലേത്തി ഹൈ. നവീൻ മധു को एकदम अकेला छोड़ बिना कुछ कहे ही चला जाता है. മധു 2 जुड़वा बच्चों को जन्म देती है. പേര് റിദ്ധി സിദ്ധി എന്നാണ്. अकेले ही बच्चों को पालती है. वर्षों बाद जब नवीन से मुलाकात होती है तो वह नवीन से झूठ बोलती है कि आदित्य ने उसे अपना जीवन साथी बनाया और नवीन के बच्चे आदित्य को ही अपने पापा समझते हैं. सुनकर नवीन एकदम ठगा सा रह जाता है. इस प्रकार मधु नवीन से बदला लेती है. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോമിൻ കാക്കി ചിത്രാമുദ്ഗലിൻ്റെ ഡോമിൻ കാക്കി എന്ന കഥയിൽ നിന്നാണ്. ഡോമിൻ കാക്കിമേ കോൺസി സമസ്യക്കോ ദർശായ ഹെ. എന്ത് ഇഷ്യൂ, സൊസൈറ്റിയിലെ എന്ത് ഇഷ്യൂ ആണ് ഡോമിൻ കാക്കിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനുള്ളിൽ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ചുവാഛൂത്ത്, തൊട്ടുകൂടായ്മ, ആ ഒരു ഇഷ്യൂവിനെയാണ് ഈ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്യുന്നത്. ഡോമിൻ കാക്കിമേ ജാതിഗത് भेदभाव में प्रचलित छुआछूत की समस्या को दर्शाया है. ओके, सो नेक्स्ट क्वेश्चन अगेन फ्रॉम मोबाइल नॉवल. മധുലിക के दफ्तर के दोस्तों का नाम लिखिए. മധുലികയുടെ ഓഫീസിൽ, ആ പബ്ലിഷിംഗ് ഹൗസിൽ അവരുടെ ഫ്രണ്ട്സ് 4 പേരായിരുന്ന ഒരു ഗ്രൂപ്പ്. ആരൊക്കെയാണ്? ഫർഹത്ത്, ആദിത്യ ചൗധരി और विनय. दक्षिणा के तौर पर दुखिया क्या क्या देता है. ദുഃഖി ചമാർ അല്ലെങ്കിൽ ദുഃഖിയ ദക്ഷിണയുടെ രൂപത്തിൽ ഈ പണ്ഡിത്തിന് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കി വെക്കുന്നത്? സേർ ഭർ ആട്ട, ആധ് സേർ ചാവൽ, പാവ് ഭർ ദാൽ,
आध पाव घी, नॉन, हल्दी और 4 आने पैसे दक्षिणा के तौर पर दुखिया देता है. അപ്പോൾ ആ ബ്രാഹ്മൺ വീട്ടിൽ വന്ന് മുഹൂർത്തം കുറിച്ചെടുക്കുന്നതിനാണ്, മകളുടെ വിവാഹത്തിന് ഒരു നല്ല മുഹൂർത്തം കണ്ടെത്തുന്നതിനാണ് ഇത്രയും സാധനങ്ങൾ അയാൾ ഒരുക്കി വെക്കുന്നത് ദക്ഷിണയായിട്ട് കൊടുക്കാൻ. 20th ക്വസ്റ്റ്യൻ, ഷമാ ശർമ്മ കെ കൃതിത്വ കാ പരിചയ ദീജിയെ. ഷമാ ശർമ്മ മൊബൈൽ നോവലിൻ്റെ നോവലിസ്റ്റാണ്. നെയിം പ്ലേറ്റ്, काला कानून, कस्बे की लड़की, घर घर तथा अन्य कहानियाँ, थैंक यू सदाम हुसैन, लव स्टोरीज, 21वीं सदी का लड़का, रास्ता छोड़ो डार्लिंग, लड़की जो देखती पलट कर आदि उनके कहानी संग्रह हैं. ഇതിൽ ഓർത്തിരിക്കാൻ താങ്ക് യു സദാം ഹുസൈൻ, ലവ് സ്റ്റോറീസ്, പിന്നെ രാസ്ത ഛോഡോ ഡാർലിംഗ്, ഇതൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള കഥകളാണ്. പിന്നീട് അവരുടെ നോവൽ ദൂസരാ പാട്ട്, പർഛായി, അന്നപൂർണ, ശസ്യ കാ പത, മൊബൈൽ, അങ്ങനെ അവരുടെ നോവലാണ്. ഇസ്കെ അലാവ ബച്ചോ കെ ലിയെ ലഗ്ഭഗ് 2 ദർജൻ പുസ്തകയും പ്രകാശിത്. ബാലസാഹിത്യത്തിൽ അവർ വളരെ ഫേമസ് ആയിരുന്നു. ബാലസാഹിത്യ രചനകൾ, അവർക്കുള്ള സ്റ്റോറീസ്, അതിൽ ഇൻവോൾവ് ആകുക, അതൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ് ഷമാ ശർമ്മ. 21st ക്വസ്റ്റ്യൻ, ഹരീഷ് കോൺ സെ റസ്മ കോ തോടനെ കാ പ്രയാസ് കർത്താ ഹെ. അപ്പോൾ ഇത് സലാം എന്ന ആ സ്റ്റോറിയിൽ നിന്നാണ്, ഓം പ്രകാശ് വാൽമീകിയുടെ. അതിലെ മെയിൻ ക്യാരക്ടറാണ് ഹരീഷ്. ഹരീഷ് എന്ത് ചടങ്ങിനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്? സലാം എന്ന ആ ഒരു ചടങ്ങ്. എന്താണ് സലാം? ദളിതരുടെ ഇടയിലുള്ള ഒരു ചടങ്ങാണ്, പണ്ടേ ഉള്ളൊരു ചടങ്ങാണ്. വിവാഹം കഴിഞ്ഞ് പുതുവരനും പുതു മണവാട്ടിയല്ല, ഈ ഹൈകാസ്റ്റ് ആൾക്കാരുടെ ഓരോ വാതിൽക്ക് ചെന്ന് ഇങ്ങനെ സലാം പറയുന്ന ഒരു രീതി. അപ്പോൾ അത് ഹരീഷ് കരുതിയിരുന്നത് അത് ഈ ദളിതരുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ്. ഷാദി കെ ബാദ് ദൂल्हे का सवर्णों के घर घर जाकर सलाम करने का एक रस्म था जिसे हरीश तोड़ने का प्रयास करता है. हरीश इस रस्म को दलित समाज के नौजवानों के आत्मसम्मान को तोड़ने का साजिश मानता था. ഈ ദളിതർ യുവാക്കളുടെ ഇടയിൽ അവരൊരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ ആ സമയത്ത് തന്നെ അങ്ങ് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങ് ഇല്ലാതാവുന്ന ഒരു ചടങ്ങാണിത് ആയിട്ടാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം ഇല്ലാതാകുന്ന ഒരു ചടങ്ങായിട്ടാണ് ഹരീഷ് ഈ ഒരു സലാം ചടങ്ങിനെ കണ്ടിരുന്നത്. ബാക്കിയുള്ളവർ ബാക്കിലെല്ലാവരും ചെണ്ടയും കൊട്ടി വരും. വരനിങ്ങനെ ഒരു ഓരോ വീടുകളിലും പോയി സലാം പറയണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം മൊബൈൽ. ഫർഹത്ത് ഷാദി ക്യോ നഹി കർണ ചാഹത്തി. ഫർഹത്ത്, മധുവിൻ്റെ ഫ്രണ്ട് ഫർഹത്ത്, അലിഗഡിൽ നിന്ന് വരുന്ന മുസ്ലിം പെൺകുട്ടിയാണ്. അപ്പോൾ ഷാദി ക്യോ നഹി കർണ ചാഹത്തി. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഫർഹത്തിന് മാരേജ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനോട് താല്പര്യമില്ലായിരുന്നു. കാരണം ഫർഹത്ത് ചെറുതായിരിക്കുമ്പം തന്നെ ഫർഹത്തിൻ്റെ അച്ഛൻ ഫർഹത്തിനെ വിട്ടിട്ട് ഫർഹത്തിനെ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങ് അമേരിക്കയിൽ പോവും. അവിടെ വേറൊരു സ്ത്രീയായിട്ടങ്ങ് സെറ്റിലാവും. അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഫർഹത്തിനെ വലുതാക്കി പഠിപ്പിച്ച് ഇത്രത്തോളം ആക്കിയത്. അപ്പോൾ അമ്മയ്ക്ക് വിവാഹം കഴിച്ചിട്ട് എന്താ അമ്മ നേടിയത്? ഒന്നും നേടിയില്ല. അതുപോലെ വേറെ ഒരുപാട് മുസ്ലിം സ്ത്രീകളുടെ വിഷമങ്ങൾ ഫർഹത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫർഹത്തിന് ഈ വിവാഹമേ വേണ്ട എന്നുള്ളൊരു തീരുമാനം ആയിരുന്നു. फरहत के पिताजी उसकी माँ और उसे एकदम अकेला छोड़कर अमेरिका चले गए थे. वहीं दूसरी बीवी के साथ बस गए थे. उसकी माँ ने अकेले बड़ी मुश्किलों का सामना कर उसे पाला और बड़ा किया. फरहत को ज़िंदगी के इन तीखे अनुभवों ने शादी से ही मन मोड़ दिया. तभी वो शादी नहीं करना चाहती थी. तीखे अनुभव, ഈ കൈപ്പേറിയ അനുഭവങ്ങൾ, അത് ജീവിതത്തിലെ ഈ കൈപ്പേറിയ അനുഭവങ്ങൾ കാരണം ഫർഹത്തിന് വിവാഹമേ വേണ്ടായിരുന്നു. 23rd ക്വസ്റ്റ്യൻ, ബിട്ടോ കോ ദാദി നെ ദൂസരി ബാർ थप्पड़ क्यों मारा. ബിട്ടോ, ഡോമിൻ കാക്കി എന്ന ആ ലഘു കഥ, ചിത്ര മുദ്ഗലിൻ്റെ ഒരു ചെറിയ സ്റ്റോറി, പക്ഷേ വളരെ അർത്ഥവത്തായ കഥയിലെ കഥാപാത്രമാണ് ബിട്ടോ. ടൗണിൽ നിന്ന് ഗ്രാമത്തിൽ വരുന്ന കൊച്ചു പെൺകുട്ടി 2 പ്രാവശ്യം മുത്തശ്ശിയുടെ അടികൊള്ളും. എന്തിനാണ് 2ാമത്തെ പ്രാവശ്യം അടിച്ചത്? ആദ്യത്തെ പ്രാവശ്യം അടിച്ചത് ഡോമിനെ പേരിട്ട് വിളിച്ചതിന്. 2ാമത്തേത് എന്താണ്? അവരുടെ കൈ അറിയാതെ തൊട്ടുപോയി. അപ്പോൾ ഈ 2 പ്രാവശ്യവും 2ാമത്തെ പ്രാവശ്യം അടിച്ചത് അയിത്തം കാരണം,
നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവർ മുതിർന്നതാണ്, ഡോമിൻ കാക്കിന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ കുട്ടി റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൈ ഒന്ന് തട്ടിയെന്നും പറഞ്ഞ് മുത്തശ്ശി അടിക്കും. एक दिन यूं हुआ कि बिट्टो की दादी ने रत्नी को देने के लिए उसके हाथों में अनाज भरी टोकनी पकड़ा दी. ऊपर से बासी रोटियां भी पकड़ाकर रत्नी को दे आने को कहा. सावधानी पूर्वक बच्ची ने अनाज रत्नी के कोंच में दे डाला, लेकिन काफ़ी सावधानी बरतने पर भी कुछ अनाज ज़मीन पर गिर गया. अब बच्ची अनाज को बटोरने में रत्नी का हाथ बांटने लगी. यह दृश्य देख दादी का खून खौल उठा. രക്തം തിളയ്ക്കുന്ന മുത്തശ്ശിയുടെ രക്തം തിളച്ച് ഈ ദൃശ്യം കണ്ട്. तपाक से एक तमाचा जड़ दिया बच्ची को. ഒറ്റയടി കൊടുത്ത് दादी गुस्से से चिल्लाए जा रही थी, आइंदा रत्नी को छूना मत. മേലാ രത്നിയെ തൊട്ടു പോകരുത്. इस प्रकार दूसरी बार थप्पड़ रत्नी को छूने के कारण मिला. सो 24th क्वेश्चन, ज़मींदार के घर सब प्रकार की सुख सुविधा के बावजूद യൂറോപ്യൻ ദമ്പതി ആശങ്കിത് ക്യോं थे. ജമീന്ദാർ, ഇവിടുത്തെ ജമീന്ദാർ ചന്ദൻപൂർ ഗ്രാമത്തിലെ ജമീന്ദാറായിരുന്ന ഠാക്കൂർ കിഷോർ സിംഗ്. ഷർനാഗത് സ്റ്റോറിയിലാണിത്, ജയശങ്കർ പ്രസാദിൻ്റെ. ഉൻകെ ഘർ മേ സബ് പ്രകാർ കി സുവിധ കെ ബാവജൂദ്. അപ്പോൾ യൂറോപ്യൻ ദമ്പതി കപ്പിൾ വിൽഫ്രഡും എലിസിനെയും അവിടെ ഗസ്റ്റായിട്ട് താമസിക്കുകയായിരുന്നു. അവർ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവർ വളരെ ആശങ്കിത്തായിരുന്നു. അവർക്ക് വളരെ ടെൻഷനായിരുന്നു. എന്തായിരുന്നു? എപ്പോഴും ഈ സിപ്പാഹി വിദ്രോഹ്, ഈ സിപ്പാഹികൾ എവിടെയെങ്കിലും ആക്രമിക്കുന്ന വാർത്ത കേട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം കേൾക്കുമ്പോൾ അവർക്ക് എപ്പോഴും ടെൻഷനായിരുന്നു. चंदनपुर के ज़मींदार ठाकुर किशोर सिंह के यहाँ आश्रय लिए हुए यूरोपियन दंपति सब प्रकार सुख से रहने पर भी सिपाहियों का अत्याचार सुनकर शंकित रहते थे. ओके. 25th क्वेश्चन, माँ रसोई में रहती है में चित्रित विषय क्या है. माँ रसोई में रहती है എന്ന കഥയിലെ എന്ത് ഇഷ്യൂ ആണ് ആ റൈറ്റർ റേസ് ചെയ്യുന്നത്? स्त्रियों का अनादिकाल से रसोई की चार दीवारी के भीतर कैद हो जाने के विषय को माँ रसोई में रहती है नामक कुमार अम्बुज की कहानी में चित्रित किया है. കുമാർ അംബുജ് ഈ സ്റ്റോറിയിൽ കിച്ചണിനെ അല്ലെങ്കിൽ റസോയി ഒരു പിഞ്ചറ പോലെയാണ് കാണുന്നത്, ഒരു കൂട്, അതിലകപ്പെട്ട ഒരു കിളിയാണ് പല അമ്മമാരും. അതാണ് ഈ സ്റ്റോറി റേസ് ചെയ്യുന്ന ഇഷ്യൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 26th വൺ, घोष बाबू के माली ने ഫസൽ കെ ബാരെ മേ മാസെ ക്യാ കഹ. അപ്പോൾ ഒരുപാട് പേര് ഓരോ ഉപദേശങ്ങൾ അമ്മയ്ക്ക് തന്നു. ഈ പേരച്ചെടി വളർന്ന് അമൃത് കാ പേട് എന്ന സ്റ്റോറിയിൽ നിന്നാണ്, ഗ്യാൻരഞ്ജൻ്റെ. ഈ പേരച്ചെടി വളർന്ന് ഒരുപാട് കായ്ക്കാനൊക്കെ തുടങ്ങി. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരുന്നു, വീട്ടിലെല്ലാവരും. കാരണം ഒരു പേരയ്ക്ക കഴിക്കാമല്ലോ. അപ്പോഴാണ് ഘോഷ് ബാബുവിൻ്റെ ഗാർഡനർ മാലി ഒരു വലിയ ഐഡിയ, സജഷൻ പറയുന്നത്. എന്താണ്? ഒരു വലിയ ഒരു ഉപദേശം കൊടുക്കുന്നത്. घोष बाबू के माली ने माँ को बताया कि पहली फसल के फल तोड़कर फेंक देने से दूसरी बारी में फल खूब और अच्छे आते हैं. ആദ്യം പിടിക്കുന്ന കായ്കളെല്ലാം അങ്ങ് പിച്ചിക്കളയണം, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം നല്ല പോലെ പിടിക്കും. उसने यह भी कहा कि अमरूद और नींबू के बारे में यह खास लागू होती है. പ്രത്യേകിച്ച് നാരകവും പേരയും, ഈ രണ്ട് ചെടികളിൽ ഇത് വളരെ ആപ്ലിക്കബിളാണ്. അപ്പോൾ ഒരു ഗാർഡനറാണ് പറഞ്ഞത്. ഏത് ഗാർഡനർ? ഘോസ് ബാബു കെ മാലി. സോ ഫൈനലി ഫസ്റ്റ് ഇയർ BA BSc കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 8 questions യു ഹാവ് ടു റൈറ്റ് ഔട്ട് ഓഫ് 16. നല്ല ചോയ്സ് ഉണ്ട്, നല്ലപോലെ എഴുതുക. 16 ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്, 4 ക്വസ്റ്റ്യൻ മാത്രം നോവൽ മൊബൈലിൽ നിന്നാണ്. ബാക്കി 12 ക്വസ്റ്റ്യനും സദാബഹാർ കഹാനിയയിൽ നിന്നാണ്. ദാറ്റ് മീൻസ് സദാബഹാർ കഹാനിയക്കാണ് കൂടുതൽ വെയിറ്റേജ്. ഈവൻ പാർട്ട് 1ലും അതുപോലെയാണ് കണ്ടിരുന്നത്. 10 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ മാത്രം മൊബൈൽ എന്ന നോവലിൽ നിന്നായിരുന്നു. സോ അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ, ഇറ്റ്സ് ബൈ ഫ്രം ഹിയർ. ജുഡേ രഹിയേ, മസ്ത് രഹിയേ.